ഹലോ, ഇന്ന് നമുക്ക് ചെറിയൊരു ചക്കപ്പുഴുക്ക് തട്ടിക്കൂട്ടാം കേട്ടോ. നമുക്ക് കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് പുഴുക്കാക്കാം. നമുക്ക് ചക്ക നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് നന്നായിട്ട് തിരുമണം കേട്ടോ. നന്നായിട്ട് തിരുമ്മ നമ്മളൊരു കുക്കറിലേക്ക് മാറ്റുകയാണ് ചെയ്യുക. എന്നിട്ടൊരു 3 വിസിൽ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നൊരു സാധനമായിരിക്കും എസ്പെഷ്യലി നാട്ടിലില്ലാത്തവർക്ക് മിസ് ചെയ്യുന്നൊരു സാധനമായിരിക്കും ചക്കപ്പുഴുക്ക് എന്നുള്ളത്. വളരെ ടേസ്റ്റിയായ സാധനമാണ്. ആദ്യമൊന്നും എനിക്ക് ഇഷ്ടമൊന്നുമില്ലായിരുന്നു, ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. ഞാൻ ഒന്നാമത് സൗദിയിൽ നിന്ന് വന്നതിന് ശേഷം ഇതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തപ്പോൾ ഇപ്പം എനിക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. അപ്പോൾ നമ്മൾ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുക്കറിൽ അടച്ചൊരു 3 വിസിൽ കേൾക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ചക്കയ്ക്ക് ആവശ്യത്തിന് വെള്ളം വേണം. അതായത് ചക്കേൻ്റെ ഉള്ളിലൊരു വെള്ളമുണ്ട്, പക്ഷേ കൂടി പോവുകയും ചെയ്യരുത്. അപ്പോൾ പായസം പോലെ ആയിപ്പോൾ. നമുക്ക് ആവശ്യത്തിന് ഞങ്ങളൊരു 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചത്. 1/2 കപ്പിലും കുറച്ച് കുറവാണ് ഒഴിച്ചത് കേട്ടോ. നമുക്ക് അടുപ്പത്ത് വെക്കാം. ഇനി നമുക്ക് അതിന് വേണ്ട ഒരു അരപ്പ് തയ്യാറാക്കാനുണ്ട്. അപ്പോൾ അരപ്പിലേക്ക് അരമുറി തേങ്ങയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. നമ്മൾ 6 പേരുണ്ട്. 6 പേർക്ക് വേണ്ട ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് അരമുറി തേങ്ങ എടുക്കുന്നത്. നിങ്ങൾ എത്ര പേര്, 2 പേരൊക്കെ ആണെങ്കിൽ നമുക്ക് അത്രയൊന്നും തേങ്ങ വേണ്ട. അപ്പോൾ ഞങ്ങൾ 6 പേരുള്ളതുകൊണ്ടാണ് അരമുറി തേങ്ങ എടുക്കുന്നത് കേട്ടോ. ഇനി അതിലേക്ക് 4 പച്ചമുളകും 1 ഫുൾ അല്ലി വെളുത്തുള്ളിയാണ് നമ്മളിടുന്നത്. വെളുത്തുള്ളിൻ്റെ ടേസ്റ്റാണ് ഇതിന് മുന്നിട്ട് നിൽക്കേണ്ടത്. വേണമെങ്കിൽ ചെറിയ ഉള്ളി ഉപയോഗിക്കാം, കറിവേപ്പില ഉപയോഗിക്കാം കേട്ടോ. എന്നിട്ട് നമുക്കൊരു ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഗ്രൈൻഡ് ചെയ്യാന്ന് വെച്ചാൽ അത്രമേൽ അരയേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒരു ക്രഷ് രൂപത്തിൽ അരഞ്ഞാൽ മതി. ഇതാണ് പരുവം, ഇങ്ങനെയാണ് അരയേണ്ടത് കേട്ടോ. നമ്മൾ ചക്ക വെന്തിട്ടുണ്ട്. 3 വിസിൽ കഴിഞ്ഞ് ചക്ക വെന്ത് നന്നായിട്ട് ഉടയ്ക്കണം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ അരപ്പും കൂടെ ചേർത്ത് നന്നായി ഇളക്കുകയാണ് ചെയ്യേണ്ടത്. നന്നായി ഇളക്കണം, അപ്പോഴാണ് അതിൻ്റെ ശരിയായ രൂപം നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ വെച്ച വെള്ളമൊന്നും കറക്റ്റ് ആയതുകൊണ്ട് ചക്ക നന്നായിട്ട് വന്നിട്ടുണ്ട്. വെള്ളം കൂടിപ്പോയാൽ ചക്ക കറക്റ്റായിട്ട് കിട്ടില്ല. അതാണ് നല്ല ലൂസ് പരുവാണ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടാക്കാം. ഇത് ഞങ്ങളുടെ സ്റ്റൈലാണ്, ഈസി റെസിപ്പിയാണ്, ഒരു പ്രശ്നമില്ല. ചക്ക മാത്രം കിട്ടേണ്ട ഒരു കാര്യമേ ഉള്ളൂ, ബാക്കിയൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവും. ബാച്ചിലേഴ്സിനാണെങ്കിലും പുറത്ത് ഉള്ള ആൾക്കാരാണെങ്കിലും ഒക്കെ കിട്ടും. അവസാനം നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്താൽ നമ്മുടെ ചക്ക റെഡിയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. താങ്ക് യു.